ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫാമിലി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് സോയ ചില്ലിയാണ്. ഇതെല്ലാ സോയ ലവേഴ്സിനും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ആക്കിയിരിക്കണേ. അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നല്ല ചൂട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് ഒരു 3 മിനിറ്റോളം കുതിർക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. ഇനി വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞതാ ഇതേ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാവുന്നതാണ്. ഇനി മസാലയായിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് 1 ടീസ്പൂണോളം മുളക് പൊടിയും 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയാണ്. അതുപോലെ നമുക്ക് വേണ്ട ഒന്നാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതൊരു സ്പൂണോളം ഇതിനകത്തേക്ക് ഇടുവാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് മിക്സ് ചെയ്താൽ മാത്രമേ ഇതിന്റെ ആ ഒരു മസാലക്കൂട്ട് എല്ലായിടത്തും പിടിക്കത്തുള്ളൂ. ഇതുപോലെ മസാല എല്ലാം ഈ സോയയിൽ യോജിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഈ ഓരോ സോയയിലും ഈ ഒരു കോട്ടിങ് പിടിക്കത്തുള്ളൂ. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഈ സോയ ചങ്ക്സ് എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 3 മിനിറ്റോളം ഇതിനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റി വെക്കാവുന്നതാണ്. ഇനി മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും ഒഴിച്ച് 1 സ്പൂണോളം വെളുത്തുള്ളി ഇട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറിയ ചെറിയ പീസുകളായി അരിഞ്ഞതും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം മുളക് പൊടിയും 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയാണ്. കൂടെ തന്നെ 2 ടീസ്പൂണോളം സോയാ സോസും 1 ടീസ്പൂണോളം ചില്ലി സോസും 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ടൊമാറ്റോ സോസിന്റെ റെസിപ്പി മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇത്രയായി കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയായി കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് സവാള എടുത്ത് ഇതളുകളായി മുറിച്ചിടേണ്ടതുണ്ട്. കൂടാതെ ഒരു 1/2 കപ്പോളം ക്യാപ്സിക്കോയും വലിയ പീസായിട്ട് അരിഞ്ഞതും, എരിവിനാവശ്യമായ മുളക് വലിയ മുറികളായി മുറിച്ചിടുക. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിന് ശേഷം ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇടണം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ സോസുകളിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് 1 സ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കണം. ഇത് നമ്മുടെ സോയ ചില്ലിയെ ഒന്ന് കുറുക്കി കിട്ടാനായിട്ട് സഹായിക്കുന്നു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സോയ ചങ്ക്സ് ആണ്. അതും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 3 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവസാനമായിട്ട് നമുക്ക് വേണ്ടത് 1/2 സ്പൂണോളം ഷുഗറും അതുപോലെ 1 ടീസ്പൂണോളം വിനാഗിറും കൂടിയാണ്. അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.